കൺമണി പോലെന്നെ കാത്തുപാലിക്കും കാവൽ മാലാഖേ, താരാട്ടു പാടാൻ വാ, പാടിയുറക്കാൻ വാ, ഓരോ നാളും എന്നോടൊപ്പം തുള്ളിക്കളിക്കാൻ വാ, ഓരോ നാളും എന്നോടൊപ്പം തുള്ളിക്കളിക്കാൻ വാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനൊരു 1ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ കാറ്റഗിസം ആനുവൽ ഡേക്ക് ഞാൻ കളിച്ച ഡാൻസിൻ്റെ ഒരു പാട്ടാണിത്. അപ്പോൾ ഞാനൊന്നൊരു കുഞ്ഞു കുട്ടിയായിട്ടും എൻ്റെ കൂടെ ഒരു കുറച്ചും കൂടി സീനിയറായിട്ടുള്ളൊരു ചേച്ചി വെള്ളുടുപ്പൊക്കെ ഇട്ട് ചിറക് വെച്ച് കാവൽ മാലാഖയായിട്ടാണ് ഞങ്ങൾ അഭിനയിച്ചത്. അന്ന് എൻ്റെ അമ്മയാണ് ഇതിന് സ്റ്റെപ്പൊക്കെ ഇട്ടത്. അപ്പോൾ അമ്മ ഇങ്ങനെ കൊറിയോഗ്രാഫി ചെയ്തപ്പം അമ്മ ഇട്ട സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെയാണ്: മാലാഖ കണ്ണുനീര് തുടയ്ക്കുന്ന പോലെ, മാലാഖയോട് കളിക്കുന്ന പോലെ, കൈ പിടിച്ച് കറങ്ങുന്നു, കൂടെ ഇരിക്കുന്നു, ചിരിക്കുന്നു, കരയുന്നു, എല്ലാത്തിലും കാവൽ മാലാഖ കൂടെ നിൽക്കുന്നത് പോലെ. ഇന്ന് നമ്മൾ കാവൽ മാലാഖയുടെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലേ. എല്ലാവർക്കും കാവൽ മാലാഖയുടെ തിരുനാളിലെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് നമ്മുടെ കാവൽ മാലാഖ. സങ്കീർത്തനം 91 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ നമ്മുടെ കൂടെ നമുക്ക് കൂട്ടായിട്ട് ഈശോ നമ്മുടെ കൂടെ പറഞ്ഞു വിടുന്ന ആളാണ് നമ്മുടെ കാവൽ മാലാഖ. നമ്മുടെ അതേപോലെ ഇരിക്കുന്ന, നമ്മുടെ നിറവും നമ്മുടെ അതേ പൊക്കവും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളോട് വളരെയധികം സാമ്യമുള്ള ഒരാളാണ് നമ്മുടെ കാവൽ മാലാഖ. എക്സ്ട്രാ 2 ചിറകും കൂടി ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കാവൽ മാലാഖ നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മളെ ഏറ്റവും അധികം മനസ്സിലാക്കുന്ന, വളരെ സ്നേഹിക്കുന്ന ഒരാളാണ്. സ്വർഗവുമായിട്ടുള്ള നമ്മളെ കണക്ട് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരാളാണ് നമ്മുടെ കാവൽ മാലാഖ. എൻ്റെ ജീവിതത്തിൽ കാവൽ മാലാഖയുടെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിലുണ്ടല്ലോ, എനിക്ക് രാവിലേക്ക് എഴുന്നേക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ വീട്ടിലേക്ക് ആയിരിക്കുമ്പോൾ നമുക്ക് അത്രയും നേരത്തെ ഒന്നും എഴുന്നേക്കുന്ന ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മഠത്തിൽ വരുമ്പോൾ നമുക്ക് നമ്മുടേതായ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ കട്ടിലിൽ നിന്ന് എഴുന്നേക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു സഹനമാണ്. അപ്പോൾ എൻ്റെ ഗുരുത്തിയമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്: ആൻട്രീസ, കാവൽ മാലാഖയോട് പറഞ്ഞാൽ മതി. കാവൽ മാലാഖയോട് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് കാവൽ മാലാഖ നമ്മളെ വിളിക്കും. 4:30 പറഞ്ഞാൽ 4:25 ആകുമ്പോഴേക്കും നമ്മൾ നല്ല തട്ടി ഉണർത്തി നമുക്ക് നമ്മുടെ ഉറക്കമൊക്കെ മാറ്റി നമ്മൾ എഴുന്നേൽപ്പിക്കുമെന്ന്. അതെനിക്ക് എൻ്റെ ലൈഫിൽ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാവൽ മാലാഖയോട് പറഞ്ഞിട്ട് കിടക്കുന്ന ദിവസമൊക്കെ എത്ര ലേറ്റായിട്ട് കിടക്കുവാണെങ്കിലും അല്ലെങ്കിൽ എത്ര നേരത്തെ എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിലും കാവൽ മാലാഖ കൃത്യമായിട്ട് നമ്മളെ വിളിച്ചെഴുന്നേൽപ്പിക്കും. അത്രത്തോളം നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ കാവൽ മാലാഖ. ചിലപ്പോഴൊക്കെ എക്സാമിനൊക്കെ ഇരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് മറന്നു പോകുമ്പം ഈ കാവൽ മാലാഖയോടൊന്ന് പറയും: എൻ്റെ കൂടെ നിൽക്കുന്ന കാവൽ മാലാഖ എൻ്റെ ലൈഫിൽ എപ്പോഴും എല്ലാ സെക്കൻഡും എൻ്റെ കൂടെയുള്ള ഒരാളാണ്. ഇടയ്ക്ക് ഒന്ന് പോയിട്ട് വരാമെന്നൊന്നും പറയുന്ന ആളൊന്നുമല്ല, എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് എൻ്റെ കാവൽ മാലാഖ. അപ്പോൾ കാവൽ മാലാഖയോട് പറയും: പക്ഷേ ഇത് പഠിച്ചതാണല്ലോ കാവൽ മാലാഖ, നമ്മൾ ഓർമ്മിപ്പിച്ചു തന്നെ എന്നൊക്കെ പറയുമ്പം കാവൽ മാലാഖ കറക്റ്റായിട്ട് ആ സമയത്ത് നമ്മൾ ഓർമ്മിപ്പിച്ചു തരും. ചിലപ്പോഴൊക്കെ വേറെ എനിക്ക് വളരെ വണ്ടർഫുള്ളായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാവൽ മാലാഖയുടെ ഒരു മാധ്യസ്ഥ ശക്തിയാണ്. അപ്പം ചിലപ്പോഴൊക്കെ എനിക്ക് ആരോടെങ്കിലൊക്കെ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട്, ഒരു വിഷമമൊക്കെ തോന്നുമ്പം ഞാൻ കാവൽ മാലാഖയോട് പ്രാർത്ഥിക്കും: എൻ്റെ കാവൽ മാലാഖയെ, ആ വ്യക്തിയുടെ കാവൽ മാലാഖയോട് ഒന്ന് ചെന്ന് പറയണേ, ഞാൻ നിങ്ങൾക്ക് കാര്യം പറയാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി ഒന്ന് സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞ് കാവൽ മാലാഖയോടാണ് ഞാൻ പറഞ്ഞു വിടാറ്. അപ്പോൾ അത്രയും നേരം ചിലപ്പോൾ എന്നോട് ഇത്തിരി വിഷമമൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരിക്കും. പക്ഷെ പിന്നെ ഞാൻ അപ്രോച്ച് ചെയ്യുമ്പം എനിക്ക് പോലും അത്ഭുതം തോന്നുകയും ഇത്രയും നേരം ഞാൻ കണ്ടൊരാളല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പോകും. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ആ ഒരു പെരുമാറ്റ രീതിയിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ കാവൽ മാലാഖയുടെ ഒരു ഇടപെടലാണ്. ശരിക്കും കാവൽ മാലാഖ ഉണ്ട്, ജീവനോടെ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളവരൊക്കെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമൊക്കെയാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ കാവൽ മാലാഖയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ കാവൽ മാലാഖയെ കുറിച്ചൊന്ന് അവെയറാകാം. പലപ്പോഴും നമ്മൾ കാവൽ മാലാഖയെ മൈൻഡൊന്നും ചെയ്യാറില്ല അല്ലേ. നമുക്ക് ഒത്തിരി കൂട്ടുകാർ ലോകത്തുള്ളതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് നിൽക്കണ ഈ കൂട്ടിനെ കുറിച്ച് നമ്മൾ ഒട്ടും അവെയറല്ല. പക്ഷെ നമ്മൾ മരിച്ച സ്വർഗത്തിൽ ചെല്ലുമ്പം നമ്മുടെ കൂടെ നടക്കാനായിട്ട് കാവൽ മാലാഖ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചെയ്ത നന്മകൾ എണ്ണി സ്വർഗത്തിൽ ഈശോയുടെ മുമ്പിൽ പറയാനൊക്കെ ഈ കാവൽ മാലാഖ ഉണ്ടാകത്തുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ കാവൽ മാലാഖയെ കുറിച്ച് കുറച്ച് അവെയറാകാം, കാവൽ മാലാഖയോടൊന്ന് സംസാരിക്കാം, ഒരു നന്ദിയൊക്കെ പറയാം. നമുക്ക് ഒരു പെറ്റ് നെയിമൊക്കെ ഇട്ട് നമ്മുടെ കാവൽ മാലാഖയെ ഒന്ന് വിളിക്കാം. നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ നമ്മളൊരു വട്ടപ്പേരൊക്കെ ഇടുമല്ലോ, അതുപോലെ നമ്മുടെ കാവൽ മാലാഖയെ നമുക്കൊന്ന് വിളിച്ച് നമുക്ക് അങ്ങനെയൊക്കെ നടക്കാം. നമ്മുടെ കാവൽ മാലാഖയുടെ മാധ്യസ്ഥം നമ്മുടെ ലൈഫിൽ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. എല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കാവൽ മാലാഖയുടെ മാധ്യസ്ഥം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ.